സ്ഥലനാമ കൗതുകത്തിലേക്ക് സ്വാഗതം. 2026 ജൂലൈ മാസം 2-ാം വാരത്തിൽ വടക്കേ ഇന്ത്യയിൽ നിന്നൊരു കൂട്ടം ബുദ്ധ സന്യാസിമാർ അഗസ്ത്യകൂടത്തിന്റെ താഴ്വരയിലുള്ള അല്ലെങ്കിൽ അവിടെ നിലനിന്നിരുന്ന ബൗദ്ധ കേന്ദ്രങ്ങൾ തേടി കേരളത്തിലേക്ക് വന്നിരുന്നു. അവിടെ ബൗദ്ധ കേന്ദ്രങ്ങൾ, ബൗദ്ധ വികാരങ്ങൾ നിലനിന്നതായി മണിമേഖല എന്ന കൃതിയിൽ സൂചനയുണ്ട്. ഹ്യുയാൻസാങ്ങിന്റെ സഞ്ചാരക്കുറിപ്പുകളിലുണ്ട്. ഇതൊക്കെ രേഖയായി സ്വീകരിച്ചുകൊണ്ടാണ് അവർ വന്നത്. പക്ഷേ അഗസ്ത്യകൂടത്തിലേക്ക് പ്രവേശിക്കാൻ, അതിലേക്കുള്ള ട്രക്കിംഗ് ഇതിന് പ്രത്യേക സമയം നിശ്ചയിച്ചിട്ടുള്ളത് കൊണ്ട്, അതായത് ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ് അത് നിശ്ചയിച്ചിട്ടുള്ളത് കൊണ്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അവർക്ക് അനുമതി നൽകിയില്ല. അപ്പോൾ അഗസ്ത്യകൂട യാത്ര ട്രക്കിങ്ങിന് സർക്കാർ അനുവദിച്ചിട്ടുള്ള, കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അനുവദിച്ചുള്ള സമയം ജനുവരി ഫെബ്രുവരി മാസങ്ങളാണ്. കൃത്യമായി പറഞ്ഞാൽ മകരമാസങ്ങളാണ്, മകരം കുംഭം മാസത്തിലാണ്. ഇതിലേക്ക് പോകുമ്പോൾ നമ്മൾ അഗസ്ത്യകൂടം കാണുവാനായിട്ടായാലും, അത് ഭക്തിയുടെ പേരിലായാലും ശരി, അതൊരു ഗവേഷണ സംഘമായാലും ശരി, ഒരു ടൂറിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് പോയാലും ശരി, ആ കൂടത്തിലേക്ക്, ആ ഉയർന്ന പ്രദേശത്തേക്ക്, അതായത് കേരളത്തിലെ ഏറ്റവും ഉയർന്ന 2ാമത്തെ കൊടുമുടിയാണ് അഗസ്ത്യകൂടം. അതിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതിന് മുമ്പ് അതിന് ഒരു ബേസ് ക്യാമ്പ് നിശ്ചയിച്ചിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് ബോണക്കാടാണ്. അവിടെ ചെന്ന് ക്യാമ്പ് ചെയ്ത് ഇതിന് ശേഷമാണ് പിറ്റേന്ന് രാവിലെ നമ്മൾ കാൽനടയായി അഗസ്ത്യകൂടത്തിലേക്ക് യാത്രയാവുക. അപ്പൊ ഈ ബോണക്കാടിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, എസ്റ്റേറ്റ്, ബ്രിട്ടീഷുകാർ സ്ഥാപിച്ച, യൂറോപ്യന്മാർ സ്ഥാപിച്ച എസ്റ്റേറ്റുകൾ സന്ധിക്കുന്ന സ്ഥലമാണ്. ഒരു കാലത്ത് നിരവധി കൃഷികൾ ഈ തോട്ടത്തിൽ, തേയില കൃഷി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഏലം, കുരുമുളക് തുടങ്ങിയ കൃഷിയൊക്കെ വ്യാപകമായി നടന്നിരുന്നു. പക്ഷെ കുരുമുളകിന് അന്താരാഷ്ട്ര മാർക്കറ്റിൽ വന്ന വിലയിടിവ്, അതുപോലെ തന്നെ തേയിലയുടെയും ഒക്കെ വിലയിടിവ് അവിടുത്തെ തോട്ടം തൊഴിലാളികളെ പ്രതികൂലമായി ബാധിക്കുകയും തേയിലത്തോട്ടം അടച്ചു പൂട്ടുകയും ചെയ്തു. ഇന്ന് തേയിലത്തോട്ടത്തിൽ പണിക്കാരായി തെക്കൻ തമിഴ്നാട്ടിൽ നിന്നെത്തിയ ആളുകളൊക്കെ കടും പട്ടിണിയിലാണ്. 38 ലയങ്ങളിലായി ഏകദേശം 155 കുടുംബങ്ങൾ കൊടും പട്ടിണിയിൽ കഴിയുകയാണ്. അപ്പോൾ ഇത് സംഭവിച്ചത്, ഈ എസ്റ്റേറ്റ് സ്ഥാപിക്കുന്നത് ഏകദേശം 1850 കൂടിയാണ്. തിരുവിതാംകൂർ രാജാവായിരുന്ന സ്വാതി തിരുനാളിന്റെ കാലത്ത് അഗസ്ത്യകൂട മലയിലുള്ള അതിരുമല എന്ന് പറയുന്ന സ്ഥലത്ത് ഏഷ്യയിലെ ആദ്യത്തെ വാന നിരീക്ഷണ കേന്ദ്രം സ്ഥാപിക്കുകയുണ്ടായി. ജോൺ അലൻ ബ്രൗൺ ആയിരുന്നു അതിൻ്റെ നേതൃസ്ഥാനത്തുണ്ടായിരുന്നു. അങ്ങനെയാണ് ആദ്യമായി അവർ ഈ വനങ്ങളിൽ യൂറോപ്യന്മാർ കാലുകുത്തുന്നത്. അപ്പോൾ നായാട്ടിനും പ്രകൃതി ഭംഗി ആസ്വദിക്കാനും തോട്ടങ്ങൾ നിർമ്മിക്കാനും അനുയോജ്യമായ സ്ഥലമാണെന്ന് കണ്ട് തുടർന്ന് യൂറോപ്യന്മാരൊക്കെ അതിലേക്ക്, ഈ അഗസ്ത്യ സാനുവിലേക്ക് കുതിച്ചെത്തുകയും തോട്ടങ്ങൾ നിർമ്മിക്കുകയുമാണ് ഉണ്ടായത്. അപ്പോൾ അതിൽ ഒരു സ്ഥലമാണ് ഇന്ന് അഗസ്ത്യകൂടത്തിലേക്കുള്ള യാത്രക്കിടയിലുള്ള ബേസ് ക്യാമ്പാണ് ബോണക്കാട്. ഈ ബോണക്കാട് വളരെ പ്രകൃതി ഭംഗി നിറഞ്ഞ സ്ഥലമാണ്, ഏറെ പ്രകൃതി ഭംഗിയുള്ള സ്ഥലമാണ്. വാഴ്വാന്തോൽ വെള്ളച്ചാട്ടം അവിടെയാണ്. അതുപോലെ തന്നെ ബോണഫാൾസ് അവിടെയുണ്ട്. അതുപോലെ തന്നെ കുരിശുമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് പ്രാധാന്യമുള്ള സ്ഥലമാണ് ബോണക്കാട്. അവിടെ വർഷത്തിൽ ഒരിക്കൽ മാത്രം തുറക്കുന്ന ഒരു ശാസ്താക്ഷേത്രം അവിടെയുണ്ട്. അത്തരത്തിൽ പ്രാധാന്യമുള്ള ഈ സ്ഥലത്ത് ബ്രിട്ടീഷുകാർ നിർമ്മിച്ച തോട്ടം
മാനേജർ താമസിച്ചിരുന്ന, അല്ലെങ്കിൽ അവർക്ക് താമസിക്കാനായി നിർമ്മിച്ച ഒരു ബംഗ്ലാവ് അവിടെ ഉണ്ട്, പ്രേത ബംഗ്ലാവ് എന്നൊക്കെ വിളിക്കുന്ന. അവിടെ വെച്ച് ദുർമരണങ്ങൾ സംഭവിച്ചു എന്നും ദുർമരണം സംഭവിച്ച ആ പെൺകുട്ടിയുടെ പ്രേതം ഇങ്ങനെ അലഞ്ഞു തിരിയുന്നു എന്നുള്ളൊക്കെ വിശ്വാസങ്ങളൊക്കെ അവിടെ ഉണ്ട്. എന്തായാലും ഇന്നതൊരു ടൂറിസ്റ്റ് കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയുണ്ട്. ഈ സ്ഥലത്തിന്റെ ചരിത്രം പറയലല്ല, അല്ലെങ്കിൽ അതിന്റെ പ്രകൃതി ഭംഗിയും അതിന്റെ മറ്റു പ്രാധാന്യവും പറയുന്നതല്ല നമ്മുടെ പ്രധാന ചിന്ത. നമ്മൾ പ്രധാനമായി പറയുന്നത് ഈ ബോണക്കാട് എന്ന് പറയുന്ന സ്ഥലനാമം രൂപപ്പെട്ടത് എങ്ങനെ എന്നാണ്. അപ്പൊ ഇതിനൊക്കെ കുറിച്ച് പാരമ്പര്യമായി പറഞ്ഞു വരുന്ന ഒന്ന് ബോനൻ അക്കാഡ്, അതാണ് ബോണക്കാടായി മാറി. ബോൺ അക്കാഡ്. ബോൺ അക്കാഡ് എന്ന് പറഞ്ഞാൽ ഫ്രഞ്ച് ഭാഷയിൽ നല്ല കരാർ എന്നാണ് അതിൻ്റെ അർത്ഥം, ഉത്തമമായ കരാർ എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെയാണ് ബോൺ അക്കാഡാണ് പിന്നീട് നാട്ടുകാരുടെ വായിൽ ബോണക്കാടായി മാറിയത് എന്നാണ് ഒരു ഭാഷ്യം. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം ഉദിക്കുന്നുണ്ട്. ഫ്രഞ്ചുകാരും തന്നെ ഇവിടെ ഈ മലമ്പ്രദേശങ്ങളിൽ എത്തുകയോ അവിടെ ഈ തോട്ടങ്ങൾ സ്ഥാപിച്ചതോ ആയി യാതൊരു രേഖയുമില്ല. ബ്രിട്ടീഷുകാരുടെ മാതൃഭാഷ ഇംഗ്ലീഷാണ്. അതുകൊണ്ട് തന്നെ ഫ്രഞ്ച് പദങ്ങൾ ഉപയോഗിച്ചൊരു പേരിടുമോ എന്നുള്ളൊരു സംശയം നിലനിൽക്കുന്നു. രണ്ടാമതൊരു സംശയം ഞാൻ നേരത്തെ പറഞ്ഞു, 1850 ശേഷമാണ് ഈ എസ്റ്റേറ്റ് ആരംഭിക്കുന്നത്, എസ്റ്റേറ്റുകളൊക്കെ രൂപം കൊള്ളുന്നത്. 1850 മുമ്പും ഈ മലമ്പ്രദേശം ഉണ്ടായിരുന്നു, അവിടെ മനുഷ്യരുണ്ടായിരുന്നു. അന്ന് അവർ വിളിച്ചിരുന്ന പേരെന്താ? അപ്പൊ ഈ രണ്ടവസ്ഥകൾ, ഈ രണ്ട് ചോദ്യങ്ങൾക്കും ഉത്തരം തരാൻ ഈ ബോൺ അക്കാഡ് എന്ന് പറയുന്ന ആ ഒരു സങ്കല്പത്തിന് കഴിയുന്നില്ല. ഇവിടെ നമ്മൾ പരിശോധിക്കേണ്ടത് അവിടെ സാധാരണക്കാരായ മനുഷ്യർ, അവിടുത്തെ ആദിവാസി സമൂഹം എങ്ങനെയാണ് ഈ മലയെ, പ്രകൃതി എങ്ങനെയാണ് ഈ മലയെ വിളിക്കുന്നത് എന്നാണ്. അവർ വിളിക്കുന്ന ഒരു പേര് വാനക്കാട് എന്നാണ്. ബോൺ അക്കാട് എന്നല്ല അവർ പറയുന്നത് വാനക്കാട് എന്നാണ്. അപ്പൊ ഇതിനകത്തെ കാടിനെ സംബന്ധിച്ച് നമുക്കൊരു തർക്കവുമില്ല. കാട് എന്ന് പറയുന്നത് സസ്യ ലതാദികളും പക്ഷിമൃഗാദികളും ഒക്കെ ചേർന്ന ഒരു സംയുക്തമായ ഒരു സംവിധാനത്തിനാണല്ലോ നമ്മൾ കാട് എന്ന് പറയുന്നത്. പിന്നുള്ളത് വാനമാണ്. ഈ വാനം എന്ന് പറഞ്ഞാൽ ഇത് മാനം എന്നതിൻ്റെ രൂപാന്തരമാണ് വാനം. വാനം എന്ന് പറഞ്ഞാൽ ആകാശം, മാനം എന്ന് പറഞ്ഞാലും ആകാശം എന്നൊരർത്ഥം കൂടി വാനത്തിനും മാനത്തിനും ഉണ്ട്, രണ്ടിനും. അപ്പോ മറ്റകാരങ്ങൾക്ക് വത്തകാരം ബാഹുലം എന്നൊരു നിയമമുണ്ട്. അതായത് മായും ടായും വായും തായുമായി മാറും നമ്മുടെ വാമൊഴിയിൽ. അങ്ങനെ മാനം വാനമായി, അങ്ങനെയാണ് വാനക്കാട് രൂപപ്പെട്ടത്. അപ്പൊ മാനം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? നമ്മൾ ഇപ്പോഴും വിചാരിക്കുന്ന ആകാശം എന്നാണ്. പക്ഷെ ആകാശത്തിനോടൊപ്പം തന്നെ മറ്റു പല അർത്ഥങ്ങളും ഉണ്ട്. ഇപ്പോ മാനം ചാടി എന്ന് പറയുന്ന ഒരു മത്സ്യമുണ്ട്. അതായത് വെള്ളത്തിന് മുകളിൽ എപ്പോഴും ചാടിക്കൊണ്ടിരിക്കുന്ന ഒരു മത്സ്യത്തിന്റെ പേരാണ് മാനം ചാടി എന്നൊക്കെ പറയും. അങ്ങനൊരു മത്സ്യമുണ്ട്. മാനം നോക്കി നടക്കുന്നവൻ എന്ന് പറഞ്ഞാൽ ആകാശത്ത് നോക്കി നടന്നാൽ അപകടം പറ്റുമെന്ന് സൂചിപ്പിക്കാൻ വേണ്ടി മാനം നോക്കി നടന്നാൽ അപകടം പറ്റുമെന്ന് പഴയ ആളുകൾ ചെറുപ്പക്കാരെ ഉപദേശിക്കാറുണ്ട്. അപ്പൊ വാനം നോക്കി നടക്കുന്നവൻ അല്ലെങ്കിൽ മാനം നോക്കി നടക്കുന്നവൻ എന്ന് പറഞ്ഞാൽ മേലോട്ട് നോക്കി നടക്കുന്നവൻ. അർത്ഥം വ്യക്തമാണ്. വാനക്കാട്, മേലെയുള്ള കാട്. ഇതിന്റെ ഉയരം ഞാൻ പറഞ്ഞു 1100 മീറ്റർ, ഏതാണ്ട് 3600 അടി ഉയരത്തിലാണ് ഈ മലയുള്ളത്. സസ്യശ്യാമള കോമളമായ പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഈ കാടായ പ്രദേശത്തിന് അതിന്റെ താഴ്വാരത്ത് ജീവിച്ചിരുന്ന മനുഷ്യർ കൊടുത്ത പേരാണ് വാനക്കാട്. അതുപോലെ നമുക്കൊരു മാനന്തവാടിയുണ്ട്. മാനന്തവാടിയും വളരെ ഉയർന്ന സ്ഥലമാണ്, വയനാട് ജില്ലയിലാണ്. ഇവിടെ വാനത്തിന് പകരം അവിടെ മാനം ഉപയോഗിക്കുന്നു. വാനവും മാനവും ഒരേ അർത്ഥത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാനം ഉപയോഗിക്കുന്ന ഒരു ഭാഷാ രീതി അനുസരിച്ച് അവിടുത്തെ മാനന്തവാടി, മാനം തൊടി. അപ്പൊ ഇങ്ങനെയാണ്
അത് രൂപം കൊണ്ട്. അതായത് ബോൺ അക്കാഡ് എന്ന് പറയുന്ന ബ്രിട്ടീഷുകാര് ഈ ഫ്രഞ്ച് ഭാഷ ഉപയോഗിച്ച് ഇവിടെ ഒരു സ്ഥല നാമത്തിന് രൂപം കൊടുക്കുമെന്ന് വിശ്വസിക്കാൻ സാമാന്യ യുക്തി നമ്മെ അനുവദിക്കുന്നില്ല. മാത്രമല്ല 1850 ബ്രിട്ടീഷുകാർ ഇവിടെ കാലുകുത്തുന്നതിന് മുമ്പ് ഈ സ്ഥലത്തിന്റെ പേരെന്തായിരുന്നു എന്ന് നമ്മൾ അന്വേഷിക്കുമ്പോഴാണ് അവിടുത്തെ സാധാരണക്കാരനായ മനുഷ്യർ, അവിടുത്തെ ആദിവാസി സമൂഹം, അവിടുത്തെ തൊഴിലാളികൾ, അവരുടെ വാമൊഴി വഴക്കത്തിൽ നിലനിന്ന് പോരുന്ന ആ പേര് വാനക്കാട് ആണ് എന്ന് നമുക്ക് ബോധ്യം വരുന്നു. ബോൺ അക്കാഡ് എന്ന് പറയുന്നതിനേക്കാളേറെ യുക്തിസഹമായതും സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്നതും ഭൂപ്രകൃതിയുമായി യോജിച്ചു പോകുന്നതുമായ ഒരു ചരിത്രപരമായി യോജിച്ചു പോകുന്നതായ ഒരു നിരുക്തി എന്ന് പറയുന്നത് വാനക്കാട് എന്ന പദം സായിപ്പിന്റെ ഭാഷയിൽ ബോണക്കാടായി. സായിപ്പിന്റെ ബോൺ അക്കാഡ് മലയാളത്തിൽ ബോണക്കാടായതല്ല, ഇവിടുത്തെ മലയാളത്തിലെ വാനക്കാട് സായിപ്പിന്റെ വാമൊഴിയിൽ അത് ബോണക്കാടായി മാറിയതാണ്. നന്ദി, നമസ്കാരം.